നമസ്കാരം. പ്രാണൻ തന്ന പ്രാണനാഥേശ്വരർ, മാംഗല്യം തന്ന മംഗളാംബികെ എന്നത് ഭക്തർക്കിടയിൽ പ്രസിദ്ധമായ വായ്മൊഴിയാണ്. വിവാഹ തടസ്സം മാറ്റാനും ഗ്രഹദോഷങ്ങൾ നീങ്ങാനും പ്രശസ്തിയുള്ള ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு മംഗളാംബികെ സമേത പ്രാണനാഥേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ തിരുമംഗലക്കുടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, പ്രാണനാഥേശ്വരർ, ജീവനായകർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, മംഗളാംബികെ എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. മാംഗല്യദോഷം, കളത്രദോഷം, ഗ്രഹദോഷങ്ങൾ എന്നിവ മാറ്റുമെന്ന് പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. തമിഴ്നാട്ടിലുള്ള തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 38ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ സ്വാമികളും തിരുജ്ഞാന സംബന്ധരും ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. സൂര്യനാർകോവിലും തിരുപ്പനന്താൾ ശിവക്ഷേത്രവും ഇവിടെ അടുത്താണ്. കഞ്ചനൂർ സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. ഈ ഗ്രാമത്തിന്റെ പേര് മംഗലക്കുടി. അമ്പാൾ മംഗളാംബികെ, വിമാനം മംഗളവിമാനം, തീർത്ഥം മംഗളതീർത്ഥം, വിനായകർ മംഗളവിനായകർ. ഇങ്ങനെ 5 വിധത്തിൽ മംഗളകരമായ ഈ ക്ഷേത്രം പഞ്ചമംഗള ക്ഷേത്രം എന്നറിയപ്പെടുന്നു. വിഷ്ണുദുർഗ, കാവേരി നദി, കാളിദേവി, ബ്രഹ്മാവ്, മഹാവിഷ്ണു, അഗസ്ത്യർ, സൂര്യൻ എന്നിവരാൽ പൂജിക്കപ്പെട്ട ഭഗവാനാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. കർമ്മവിനയാൽ കാലവമുനി അനുഭവിക്കേണ്ടിയിരുന്ന കുഷ്ഠരോഗം വരാതെ തടുത്ത നവഗ്രഹങ്ങളെ ബ്രഹ്മദേവൻ ശപിച്ച് കുഷ്ഠരോഗികളാക്കി. നവഗ്രഹങ്ങൾ അതീവ ദുഃഖത്തോടെ ഭൂമിയിലെത്തി ഇവിടെയുള്ള സ്വയംഭൂ ശിവലിംഗത്തെ പൂജിച്ച് ശാപം മാറ്റി. നവഗ്രഹങ്ങൾ ഇവിടെ ശിവഭഗവാന് എരിക്കലിയിൽ തൈർസാദം നിവേദിച്ചതായി ഐതിഹ്യമുള്ളതിനാൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചകാല പൂജയിൽ ഉപ്പില്ലാത്ത തൈർസാദം ഭഗവാന് നിവേദിച്ച ശേഷം എരിക്കിലിയിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. സാധാരണഗതിയിൽ എരിക്കിന്റെ ഇല അല്പം വിഷത്തനിമയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ചൂട് തൈർസാദം എരിക്കിലിയിൽ നൽകുമ്പോൾ അത് വ്യാധികൾക്കുള്ള മരുന്നായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. കാർത്തിക മാസം ആദ്യ ഞായറാഴ്ച മുതൽ തുടർന്ന് 11 ഞായറാഴ്ചകൾ ഭഗവാന് തൈർസാദം നിവേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്ത ശേഷം ഭക്ഷിച്ചാൽ ഗ്രഹദോഷങ്ങളും അസുഖങ്ങളും മാറും എന്നാണ് വിശ്വാസം. നവഗ്രഹങ്ങൾ തങ്ങളുടെ ദോഷം മാറ്റിയ സ്ഥലം എന്നർത്ഥത്തിൽ ആദ്യം ഈ ക്ഷേത്രം സന്ദർശിച്ച ശേഷം വേണം സൂര്യനാർകോവിൽ സന്ദർശിക്കാൻ എന്നതാണ് വിധിമുറ. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം നവഗ്രഹ സന്നിധിയില്ല. ഈ ക്ഷേത്രത്തിൽ ശിവകാമ്യമ്മൻ സമേത നടരാജർ 2 പേരുണ്ട്. ഒരു നടരാജരുടെ കാൽക്കീഴിൽ ഒരു ഭൂതഗണം സംഗീതം വായിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ സന്നിധിയിലുള്ള മരതക ശിവലിംഗത്തിന് ദിനവും ഉച്ചകാല പൂജയിൽ മാത്രമായി വെറ്റില, അടയ്ക്ക, വാഴപ്പഴം നൈവേദ്യമർപ്പിച്ച് വലമ്പുരി ശങ്കിൽ, പാൽ, പനിനീർ, തേൻ, ചന്ദനം എന്നിവ കൊണ്ട് അഭിഷേകം നടത്തുന്നു. ഈ അഭിഷേക ജലം സേവിച്ചാലും അസുഖങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. വേറൊരു പ്രത്യേകത, ഇവിടെയുള്ള പുരുഷമൃഗം എന്ന വിഗ്രഹത്തിൽ മനുഷ്യൻ, മൃഗം, പക്ഷി എന്നീ 3 മുഖങ്ങളുണ്ട്. വേറൊരു ഐതിഹ്യം, 11ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന കുലോത്തുംഗ ചോഴന്റെ മന്ത്രിയായിരുന്നു അലൈവാണർ. രാജാവിനോട് അനുമതി ചോദിക്കാതെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അദ്ദേഹം ഈ ശിവക്ഷേത്രം നിർമ്മിച്ചു. ഇതറിഞ്ഞ മന്നൻ കോപം കൊണ്ട് ജ്വലിച്ച് മന്ത്രിയുടെ ശിരസ് ഛേദിക്കാൻ ഉത്തരവിട്ടു. ഇത് കേട്ട മന്ത്രി താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ശരീരം തിരുമംഗലക്കുടിയിൽ ദഹനം ചെയ്യാൻ അപേക്ഷിച്ചു. അപ്രകാരം രാജഭടന്മാർ രാജകൽപ്പന നിറവേറ്റി. മൃതശരീരം ഗ്രാമത്തിന്റെ അതിരിൽ കൊണ്ടുവരുമ്പോൾ മന്ത്രിയുടെ ഭാര്യ തിരുമംഗലക്കുടി ക്ഷേത്രത്തിൽ ചെന്ന് തന്റെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു തരണമെന്ന് ഭഗവാനോടും ദേവിയോടും കരഞ്ഞപേക്ഷിച്ചു. ആ സമയം പ്രാർത്ഥന ഫലിക്കും എന്ന് കോവിലിൽ നിന്ന് അശരീരി കേട്ടു. മന്ത്രിക്ക് ജീവൻ തിരിച്ചു കിട്ടി. സന്തോഷം താങ്ങാനാവാതെ മന്ത്രിയുടെ ഭാര്യ കോവിലിലേക്ക് ഓടിച്ചെന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ജീവനായകൻ എന്ന് പറഞ്ഞ് പൂജിച്ചു. ഇവിടെ വന്ന് ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിക്കുന്നവർക്ക് ദീർഘമംഗല്യഭാഗ്യം ഉണ്ടാവണം എന്ന മന്ത്രിയുടെയും ഭാര്യയുടെയും ആഗ്രഹപ്രകാരം ഭഗവാൻ അത് സമ്മതിച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് കഥ. അന്നു മുതൽ ഭഗവാൻ പ്രാണൻ തന്ന പ്രാണനാഥേശ്വരർ എന്നും ദേവി മാംഗല്യം തന്ന മംഗളാംബികെ എന്നും അറിയപ്പെട്ടു. സന്നിധിയിൽ അമ്പാളുടെ വലത് കൈയിൽ എപ്പോഴും താലിച്ചരട് അണിയിച്ചിരിക്കും. ഇവിടെ ദേവിയെ പ്രാർത്ഥിക്കാനെത്തുന്ന സ്ത്രീകൾക്ക് പൂജാരി ദേവിയുടെ കൈയിലെ താലിച്ചരടുകൾ പ്രസാദമായി നൽകുന്നു. അവിവാഹിതകൾ ഇത് പൂജാമുറിയിൽ വെച്ച് പൂജിച്ചാൽ വിവാഹഭാഗ്യം വേഗം സിദ്ധിക്കുമെന്നും വിവാഹിതകൾ ഈ താലിച്ചരട് കഴുത്തിലണിഞ്ഞാൽ ദീർഘസുമംഗലികളാകും എന്നുമാണ് വിശ്വാസം. 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 5 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന പുരാതനമായ മംഗളാംബിക സമേത പ്രാണനാഥേശ്വരർ തിരുക്കോവിൽ ചോഴമന്നന്മാരും പിന്നീട് വിജയനഗര സാമ്രാജ്യ അധിപതികളും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. തിരുവാവടുതുറൈ ആധീനത്തിന്റെ കീഴിലാണ് ഇപ്പോഴീ ക്ഷേത്രം. രാജഗോപുരം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ധ്വജസ്തംഭം, ബലിപീഠം, നന്ദി ഭഗവാൻ. പ്രധാന സന്നിധിക്ക് മുന്നിലുള്ള മഹാമണ്ഡപത്തിൽ വീണയില്ലാതെ സരസ്വതിയും മഹാലക്ഷ്മിയും ദ്വാരപാലികമാരായി ഇരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയുണ്ട്. പ്രധാന സന്നിധിയിൽ ശ്രീ പരമേശ്വരൻ പ്രാണനാഥേശ്വരർ എന്ന നാമത്തിൽ
അല്പം നീളമുള്ള സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. അഗസ്ത്യ മഹർഷിക്ക് ഭഗവാൻ ഉയർന്ന് ദർശനം കൊടുത്തതിനാൽ അഗസ്ത്യർ കൈ എത്തിച്ചാണ് ഭഗവാന് പൂജകൾ ചെയ്തതെന്നാണ് പറയുന്നത്. ശിവഭഗവാന്റെ 2 കണ്ണുകളെന്ന് വിശ്വസിക്കപ്പെടുന്ന സൂര്യനും ചന്ദ്രനും ഇവിടെ 2 തീർത്ഥങ്ങളായി ഭഗവാനെ കുളിർമയാക്കാൻ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. പ്രത്യേകം സന്നിധിയിൽ തെക്ക് ദർശനമായി കരുണാമയിയായി പുഞ്ചിരിച്ചുകൊണ്ടാണ് ദേവി മംഗളാംബിക നിൽക്കുന്നത്. അവിവാഹിതകളായ പെൺകുട്ടികൾ 5 വെള്ളിയാഴ്ചകൾ ദേവിക്കും ഭഗവാനും വസ്ത്രം ചാർത്തി ബ്ലൗസ് ബിറ്റ്, മഞ്ഞൾ, കുങ്കുമം, വള, കണ്ണാടി എന്നിങ്ങനെയുള്ള മംഗളവസ്തുക്കൾ വിവാഹിതകൾക്ക് നൽകിയാൽ വിവാഹ തടസ്സം നീങ്ങും എന്നാണ് വിശ്വാസം. വിവാഹിതയായ സ്ത്രീകൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന താലിച്ചരട് കഴുത്തിലണിഞ്ഞ ശേഷം കഴുത്തിലുള്ള മാംഗല്യം അഴിച്ച് ദേവീപാദത്തിൽ വെച്ച് പൂജിച്ച് വാങ്ങിക്കുന്ന പതിവും ഇവിടെയുണ്ട്. ഇവിടെ നടക്കുന്ന പങ്കുനി ബ്രഹ്മോത്സവത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാത്രിയിലാണ് തിരുക്കല്യാണം നടക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ നവരാത്രിക്ക് അമ്പാളുടെ ഉത്സവമൂർത്തിക്ക് പ്രത്യേക അലങ്കാരങ്ങൾ ചാർത്തുമ്പോൾ ഇവിടെ മൂലവർ അമ്മന് മാത്രമാണ് അലങ്കാരം. അതും ചന്ദനക്കാപ്പ് മാത്രം. വസ്ത്രം പോലെയും ആഭരണങ്ങൾ പോലെയും ചന്ദനത്തിൽ വിവിധ അലങ്കാരങ്ങളോടെ ദേവി വിരാജിക്കുന്നത് കാണാൻ 2 കണ്ണുകൾ പോരാ. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ മംഗളവിനായകർ, അഗസ്ത്യർ, പള്ളിദേവയാനി സമേത മുരുകൻ, ദക്ഷിണാമൂർത്തി, 2 നടരാജർ, ശിവഗാമി അമ്മൻ, ഭൈരവർ, അർദ്ധനാരീശ്വരർ, ഋഷഭാരൂഢർ, മഹാവിഷ്ണു, ബ്രഹ്മാവ്, മഹാലക്ഷ്മി, സരസ്വതി, ഹരദത്തർ, മെയ്കണ്ഠർ, ചണ്ഡികേശ്വരർ, വിശ്വനാഥർ, വിശാലാക്ഷി അമ്മൻ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളെ കൂടാതെ കാവേരി അമ്മനും പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. ആടി 18-നാണ് ദേവിക്കുള്ള പൂജകൾ ചെയ്യുന്നത്. ക്ഷേത്രവൃക്ഷം വെള്ളരിക്ക്, കോങ്കയിലവ്. ക്ഷേത്രതീർത്ഥം മംഗളതീർത്ഥം, സൂര്യതീർത്ഥം, ചന്ദ്രതീർത്ഥം, കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. 10 നാൾ ബ്രഹ്മോത്സവം, കൃഷ്ണപക്ഷ അഷ്ടമി, വിനായക ചതുർത്ഥി, മാർഗഴി തിരുവാതിര, ശിവരാത്രി, പൊങ്കൽ, ദീപാവലി, നവരാത്രി, സങ്കടഹര ചതുർത്ഥി, അമാവാസി, പ്രദോഷം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. പൂജാ സമയം രാവിലെ 6:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 14 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.